എല്ലാ പ്രേക്ഷകർക്കും SG ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ദൃശ്യവിരുന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിന് സമീപം അതിൻ്റെ ക്ഷേത്രക്കുളമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രക്കുളം എന്ത് മനോഹരമാണെന്ന് നമ്മളൊന്ന് നോക്കിക്കേ. അതിൽ നടുക്കായിട്ട് ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട്. അപ്പോൾ ആ കൃഷ്ണ വിഗ്രഹം നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒപ്പം അതുപോലെ തന്നെ അതിനകത്തെ ആ താമര പൂവിൻ്റെ ആ സാന്നിധ്യം എന്ത് ഭംഗിയാണ് അതിനകത്ത് ഉളവാക്കുന്നത്. ഇത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ അമ്പലം ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ MC റോഡിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് കാണുന്ന രീതിയിലാണ് അതിൻ്റെ ക്ഷേത്രക്കുളം. ആ ക്ഷേത്രക്കുളമാണ് ആ ക്ഷേത്രത്തിന് ഇത്രയും ഭംഗി കൂട്ടുന്നത്. ആ ക്ഷേത്രക്കുളത്തിലെ താമരകളും അതിനകത്ത് നിൽക്കുന്ന ആ കൃഷ്ണ വിഗ്രഹവും നമ്മൾ എത്ര കണ്ടാലും മതി വരില്ല. അതുപോലെയുള്ള ഒരു അത്യാകർഷകമായ നിർമ്മിതിയാണ് ആ ക്ഷേത്രക്കുളം ചെയ്തിരിക്കുന്നത്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരവും അതിനോട് താഴ്ന്ന് ഈ കുളത്തിലെ മീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ 4 ചുറ്റിലും നിന്ന് നമുക്ക് ദൃശ്യവിരുന്ന് കാണത്തക്ക വിധത്തിലാണ് ആ കുളം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ആലുണ്ട്. ആ ആലിൽ നമുക്ക് ആ ആലിൻ്റെ സൈഡിലൂടെ ആണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന മെയിൻ വഴി. അപ്പോൾ ആ ആല് തന്നെ നോക്കിയാൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആല് ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ആലിൻ്റെ താഴെ തന്നെ നമുക്കൊരു ചെറിയ വിഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നിത്യ വിളക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കാര്യം നമ്മൾ വന്ന് പ്രാർത്ഥിച്ചാലും ഇവിടെ നടക്കും എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അപ്പോൾ ഈ ക്ഷേത്രക്കുളവും മറ്റുള്ള കാര്യങ്ങളും കാണുവാനായി നിങ്ങൾ അടൂര് എത്തിയതിന് ശേഷം ആ നേരെ സിഗ്നൽ റോഡിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഇനിയും വരാത്ത ആളുകളുണ്ടെങ്കിൽ ആ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ആ ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളും എല്ലാം കണ്ട് മടങ്ങുക. പിന്നെയും എടുത്തു പറയട്ടെ, ആ ക്ഷേത്രക്കുളത്തിൽ നിന്നും നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഫുള്ള് ആ ഗോപുരവും മറ്റും നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ പോകാതെ തന്നെ നമുക്കതിൻ്റെ വെളിയിൽ നിന്നും ദർശിക്കാവുന്ന രീതിയിലാണ്. പണ്ട് കാലങ്ങളിലെ ആ രൂപകൽപ്പന എന്ത് ഭംഗിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്യുക. ആ കൃഷ്ണവിഗ്രഹം ആ ക്ഷേത്രത്തിനുള്ളിൽ ആ അലക്കിട്ടക്കുടയുടെ താഴെയായി നിൽക്കുന്നത് നമുക്ക് ദർശിക്കാനാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG.